ചാലൂക്യ രാജാക്കന്മാരുടെ തലസ്ഥാന നഗരമായ കർണാടകയിലെ ബദാമിയിലേക്കാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. ബദാമിയിലേക്ക് ട്രെയിൻ വഴി എങ്ങനെ എത്തിച്ചേരാം, അതുപോലെ അവിടെ എന്തൊക്കെ കാണാം എന്നതാണ് ഇന്നത്തെ ഒരു വീഡിയോ. ബദാമി സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ ബഗൽകോട്ട് ജില്ലയിലാണ്. ഞങ്ങളിപ്പോ ഹുബ്ബള്ളിയിലാണ്. ഇവിടുന്ന് 125 കിലോമീറ്റർ ദൂരമുണ്ട് ബദാമിയിലേക്ക്. ഞങ്ങൾ ഇവിടുന്ന് യാത്ര ചെയ്യുന്ന ട്രെയിൻ ഹുബ്ബള്ളി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 സോളാപൂരിലേക്ക് പോകുന്ന പാസഞ്ചറാണ്. അപ്പോൾ ഇതാണ് വണ്ടി. ഇത് 6-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. നമുക്കിതിൽ എവിടെ വേണമെങ്കിലും കയറാം. തൊട്ട് മുന്നിൽ പോയി കയറാം, കാരണം ആൾക്കാരൊക്കെ വന്ന് കയറുക ഈ പുറകു ഭാഗത്താണ്. ട്രെയിനിൻ്റെ അകത്തൊന്നും തിരക്കേയില്ല, സുഖമായിട്ട് യാത്ര ചെയ്യാം. ശ്രീ സിദ്ധരൂഢ സ്വാമിജി ഹുബ്ബള്ളി ജംഗ്ഷൻ. ട്രെയിൻ ഇപ്പോൾ ഗദഗ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഹുബ്ബള്ളിയിൽ നിന്ന് ബദാമി വരെ നമുക്ക് അൺറിസർവ്ഡിൽ ഒരാൾക്ക് വന്ന ടിക്കറ്റ് ചാർജ് 30 രൂപയാണ്. ഹുബ്ബള്ളിയിൽ നിന്നും 125 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ ബദാമി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ 4:15 ട്രെയിൻ എത്തേണ്ടത്. ഇപ്പം 5:15. 1 മണിക്കൂറോളം വണ്ടി ഡിലേ ആണ്. ഈ ട്രെയിനിന് വിജയപുര വഴി സോളാപൂരിലേക്ക് പോകും. ഒരു രാത്രിയാവും സോളാപൂർ എത്തുമ്പോൾ. ബദാമിയിലേക്ക് കേരളത്തിൽ നിന്ന് ട്രെയിനിൽ എങ്ങനെ വരാൻ നമുക്ക് നോക്കിയാലോ? ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ കേരളത്തിൽ നിന്ന് ഡയറക്റ്റ് ബദാമിലേക്ക് ഒരു ട്രെയിൻ പോലും ഇല്ല. അപ്പം നമുക്ക് വരണമെങ്കിൽ നമ്മളിപ്പോൾ കാസർഗോഡുകാരാണല്ലോ, കാസർഗോഡായ നമുക്ക് നേരെ മംഗലാപുരം പോയി കഴിഞ്ഞാൽ നേരെ ഡയറക്റ്റ് ആയിട്ട് ബദാമി വഴി വേറൊരു റൂട്ടിലേക്ക് പോകുന്നൊരു വണ്ടിയുണ്ട്. വണ്ടി എന്ന് വെച്ചാൽ 07378. അതൊരു സ്പെഷ്യൽ വണ്ടിയാണ്. മംഗളൂരു സെൻറ്ററിൽ നിന്ന് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:35 വിജയപുരയിലേക്ക് പോകുന്ന സ്പെഷ്യൽ വണ്ടിയാണ്. അതിന് കയറിയിട്ടുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ സുബ്രഹ്മണ്യ സകലേഷ്പൂരി വഴിയാണ് വരുന്നത്. പിറ്റേ ദിവസം രാവിലെ ഒരു 6 മണിയാകുമ്പോഴത്തേക്കും ഇവിടെ ബദാമിയിലെത്തും. നിങ്ങൾക്ക് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക, ബദാമിയൊക്കെ കണ്ട് വേണമെങ്കിൽ അന്ന് തന്നെ വേണമെങ്കിൽ തിരിച്ചു പോകാം. കാരണം തിരിച്ച് അന്ന് വൈകുന്നേരം തന്നെ 5:40 ആണ് ഇവിടുന്ന് മംഗളൂരിലേക്ക് ആ വണ്ടി പോകുന്നത്. അത് വിജയപുരാന്ന് വരുന്നത്. ഇവിടുന്ന് ഒരു 122 കിലോമീറ്റർ പോകാനുണ്ട് വിജയപുര. അപ്പം വേറൊരു വണ്ടി എന്ന് വെച്ചാൽ ഇവിടെ വരുന്നില്ല. നമ്മളിപ്പോൾ ഹുബ്ബള്ളി നാളെ ട്രെയിൻ കയറിയത്. ഹുബ്ബള്ളിയിലേക്ക് ഒരു വണ്ടിയാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് കൊച്ചുവേളി, അതായത് തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ എല്ലാ വ്യാഴാഴ്ചയും ഉച്ചയ്ക്ക് 12:50 പുറപ്പെടുന്ന ഒരു വണ്ടിയുണ്ട്. അതിന് കയറിയിട്ട് പിറ്റേ ദിവസം ഒരു 12:30 ആകുമ്പോൾ, അതായത് വെള്ളിയാഴ്ച ഒരു 12:30 ആകുമ്പോഴത്തേക്കും നിങ്ങൾ ഹുബ്ബള്ളിയിലെത്തും. അങ്ങനെ എത്തുവാണെങ്കിൽ ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് കയറി ഒരു 1:15 അതിന് നിങ്ങൾക്ക് കയറിയിട്ട് ഇങ്ങോട്ട് വരാം. അതുപോലെ തന്നെ ഈ 2 വണ്ടികൾ മാത്രമേ നമുക്ക് ട്രെയിൻ വഴി പറയാനുള്ളൂ. പിന്നെ ബസ്സൊക്കെ ഉണ്ട്, പക്ഷെ കുറച്ച് എന്താ പറയുക ഇരിക്കേണ്ടി വരും. കാരണം നമ്മൾ വിചാരിച്ച പോലെ ബദാമിലേക്കും ഹുബ്ബള്ളിയിലേക്കും ഒന്നും വണ്ടി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഹുബ്ബള്ളി, ബാംഗ്ലൂർ, മൈസൂരൊക്കെ നമുക്ക് നല്ല കണക്ടിവിറ്റിയാണ്. ഇത് പറഞ്ഞാൽ കുറച്ചൊന്ന് ഉള്ളിലേക്കാണല്ലോ. പിന്നെ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ റെനോവേഷനാണ്, മൊത്തത്തിൽ പൊളിച്ചടിപൊളിയാക്കുവാണ്. ഇപ്പോൾ ഇതുവഴി കയറി നേരെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമുള്ള ഭാഗത്തോട്ട് പോവാം. സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇങ്ങനെയാണ് പുറത്തെ കാഴ്ച. ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് ടൗൺ ഭാഗത്തേക്ക് പോകണം. പുറത്തന്നെ ഓട്ടോയൊക്കെ ഉണ്ട്, ഷെയർ വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പോകാൻ നോക്കാം. എത്ര കിലോമീറ്റർ ഉണ്ട്? ശരിക്കും പറഞ്ഞാൽ ഒരു ടൗൺ, അതായത് നമുക്ക് റൂമൊക്കെ എടുക്കണമല്ലോ, അതൊരു നമ്മുടെ ബസ് സ്റ്റാൻഡ് KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്ത് വരുന്നത് 4 കിലോമീറ്റർ കാണുന്നുണ്ട്. ഈ ഒരു ഭാഗത്തൊന്നും ഉണ്ടാകും തോന്നുന്നില്ല. നമുക്ക് നോക്കാം. വണ്ടി എന്തായാലും ഓട്ടോ ഒക്കെ ഉണ്ടാവുമല്ലോ. പുറത്ത് പോയി കഴിഞ്ഞാൽ ബസ് കിട്ടുമോ നോക്കാം. അതാദ്യം നോക്കാം. ഓട്ടോയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ തന്നെ തൊട്ട് മുന്നിൽ തന്നെ ഒരു മെയിൻ റോഡ് ഉണ്ട്. നമുക്ക് അവിടെ പോയി നോക്കാം ബസ് കിട്ടുമോന്ന്. പിന്നെ ഷെയർ വണ്ടി ഉണ്ട് കേട്ടോ, ഒരു ഷെയർ വണ്ടി. അപ്പം ഞങ്ങൾ നേരെ ഇനിയിപ്പോൾ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്കാണ് പോകുന്നത്. ഒരാൾക്ക് 20 രൂപയാണ് പറഞ്ഞത്. കൂടുതലും ഷെയർ വണ്ടികൾ തന്നെയാണുള്ളത്. ഞങ്ങളിവിടെ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ട് മുന്നിൽ ഇത് എത്തിയിരിക്കുകയാണ്. നമ്മൾ ഓട്ടോ ഒക്കെ വന്നിറങ്ങി. ഇനിയിപ്പോൾ അടുത്ത പരിപാടി ഇവിടെ നമ്മുടെ ബഡ്ജറ്റിന് പറ്റിയൊരു നല്ല റൂം എടുക്കണം. ഇവിടെ തന്നെ ഒരുപാട് റൂംസൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ തന്നെ ലോഡ്ജ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആദ്യം ഒരു ബാർഗെയിൻ ചെയ്ത് നോക്കാം. നമ്മുടെ ഒരു ബഡ്ജറ്റിൽ കിട്ടണമല്ലോ. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിവിടെ ഒരു റൂം എടുത്തിരിക്കുകയാണ്. അപ്പോൾ നല്ല ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു TV ഉണ്ട്. പിന്നെ ഇത് നോൺ AC റൂമാണ്. പിന്നെ ഇവിടെ ഒരു നിറം കാര്യങ്ങളൊക്കെ ഉണ്ട്. ടോയ്ലറ്റും ബാത്റൂമൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല വൃത്തിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ തന്നെ നല്ലൊരു ഫാൻ കൂടിയുണ്ട്. ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് തന്നെയുള്ള ലോഡ്ജിനെ നമ്മൾ എടുത്തു. ഇവിടെ ആദ്യം വന്നപ്പോൾ തന്നെ ഞങ്ങൾ കുറച്ച് ബാർഗൈനൊക്കെ ചെയ്ത് നോക്കി. അവർ അധികം കുറയുന്നൊന്നുമില്ല കേട്ടോ. 800 രൂപയാണ് ലാസ്റ്റ് പറഞ്ഞത്. കാരണം അതിൻ്റെ ഭാഗത്തുള്ള ഒരു റൂം തന്നെ ഇതുണ്ട്. കാരണം 24 മണിക്കൂറിനാണ്
ഈ ഒരു പൈസ വന്നിട്ടുള്ളത്. അതായത് 800 രൂപ, ആദ്യം 1000 രൂപയാണ് പറഞ്ഞത്. പിന്നെ ഇവിടെ അധികമൊന്നും പ്രോപ്പർട്ടീസ് ഒന്നും ഇല്ല. ഇനിയിപ്പോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ പൈസ ഇല്ല കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് എടുത്തത്. പിന്നെ സമയം വൈകുന്നതോറും ഇനിയിപ്പം നമ്മൾ ഇതിന്റെ ലഭ്യത കുറയുമല്ലോ. അതുപോലെ തന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നമ്മൾ ഈ വിൻഡോ ഒക്കെ തുറന്നു വെക്കുന്ന സമയത്ത് ഒരുപാട് കുരങ്ങന്മാരെ ശല്യമുണ്ട്. അതൊന്നും ശ്രദ്ധിക്കണം. കാരണം ബദാമിൽ വരുന്നവർ അതൊന്നും നോട്ട് ചെയ്യണമല്ലോ. ഞങ്ങളുടെ റൂമൊക്കെ ഉള്ളത് അങ്ങ് അവിടെയാണ്. ഞങ്ങളിവിടെ കർണാടകേൻ്റെ ATMലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അടുത്ത പരിപാടി എന്ന് പറഞ്ഞത് നേരെ പോയി ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക. നാളെ രാവിലെ മുതൽ ബദാമിൻ്റെ കാഴ്ചകളാണ് കേട്ടോ. ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ ബദാമിൻ്റെ കാഴ്ചകളിലേക്ക് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. ഒരു 7 മണി ആയതേ ഉള്ളൂ സമയം. അപ്പോൾ ബദാമിയിൽ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ബദാമി കേവ് ടെമ്പിൾസ് ഉണ്ട്, ബദാമി ഫോർട്ട് ഉണ്ട്, പിന്നെ ലേക്ക് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കാഴ്ചകളിലേക്ക് രാവിലെ തന്നെ ഇറങ്ങാൻ കാരണം കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വെയിൽ വരും, പിന്നെ നല്ല രീതിയിൽ തന്നെ ടയർഡാവും. രാവിലെ തന്നെ ആകുമ്പോൾ വെയിലൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് നടന്നു പോകേണ്ട ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. ബദാമിയിൽ റോട്ടിൽ തന്നെ, അതായത് ടൗണിലൂടെ പോകുമ്പോൾ തന്നെ ഇഷ്ടംപോലെ പന്നികളുണ്ട്. അതുപോലെ തന്നെ നമ്മളെടുത്ത റൂമിൻ്റെ ഭാഗത്താണെങ്കിലും ഒരുപാട് കുരങ്ങുകളുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ ഒരു ബോർഡൊക്കെ ഉണ്ട്, ഗദഗ് 71 കിലോമീറ്റർ. ബദാമിയിൽ ഞങ്ങൾ ആദ്യം പോകുന്നത് ഗുഹാക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്കാണ്. അപ്പോൾ ഇതുവഴിയാണ് ഗൂഗിൾ മാപ്പ് ഞങ്ങൾക്ക് കാണിച്ചു തന്ന വഴി. അപ്പോൾ പോകുമ്പം തന്നെ കുറച്ച് പന്നിക്കൂട്ടങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ തൊട്ട് മുന്നിൽ. ഇവിടെ തന്നെയാണ് ആ ഗുഹാക്ഷേത്രമൊക്കെ വരുന്നത്. ഇവിടെ തന്നെ ഒരു പള്ളിയുണ്ട്. അങ്ങനെ നടന്ന് ബദാമിയിലെ കേവ് ടെമ്പിൾസിൻ്റെ തൊട്ട് മുന്നിൽ ഇതാ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് തന്നെ 4 ഗുഹാക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് നടന്ന് പോകേണ്ടത് അതുവഴിയാണ്. പിന്നെ ഇവിടെ ടിക്കറ്റ് കൗണ്ടർ വരുന്നത് ഇവിടെയാണ്. ഇനിയിപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കാം. 25 രൂപയാണ് ആ ടിക്കറ്റ് ചാർജ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഇനിയിപ്പം നമ്മൾ എൻ്റർ ചെയ്തിരിക്കുകയാണ്. ആൾക്കാരൊക്കെ രാവിലെ തന്നെ വന്നു കേട്ടോ. നമ്മൾ എത്തുന്നതിനെക്കാട്ട് മുന്നേ എല്ലാവരും വന്നു. കാരണം വെയിലൊന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ ഇവിടെയൊക്കെ വരാമല്ലോ. നേരത്തെ കാണിച്ച ആ ഒരു പള്ളിയുടെ കാഴ്ച ഇവിടുന്ന് നല്ല രീതിയിൽ തന്നെ വ്യക്തവും. നമ്മൾ വന്നത് ആ ഒരു ഗള്ളി വഴിയാണ്. അവിടെ കൂടുതലും പന്നിക്കൂട്ടങ്ങളാണ് ഉണ്ടായത്. നടന്നു വരുമ്പോൾ ചെറിയൊരു പേടിയുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ചെറിയൊരു ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു കേവ്സിൻ്റെയാണ്, കേവ് 1. ഇത് കേവ് 1 ആണ്. അപ്പോൾ ഇവിടെ 4 ഗുഹാക്ഷേത്രങ്ങളിലേക്ക് നമുക്ക് പോകാനുണ്ട്. അതുപോലെ തന്നെ കേവ് 1 വരുന്നത് ശിവ ടെമ്പിളാണ്. കേവ് 1ലേക്ക് നമുക്ക് ആദ്യം കയറാം. ഇവിടെ തന്നെ ഒരുപാട് കൊത്തുപണികളൊക്കെ ഉണ്ട്. പണ്ടത്തെ അത്ഭുതങ്ങളാണല്ലോ ഈ ഒരു കൊത്തുപണികൾ. അപ്പോൾ ഇവിടെ തന്നെ കാണാം. പിന്നെ ഒരുപാട് തൂണുകളൊക്കെ ഉണ്ട്. തൊട്ട് ഇവിടെ ആയാലും നമുക്ക് അത് തന്നെയാണ് കാണുന്നത്. പിന്നെ ഇതിൻ്റെ അകത്തേക്കൊക്കെ കയറുവാണെങ്കിൽ ഇവിടെ ലൈറ്റ് ഒന്നും ഇല്ല കേട്ടോ, മുഴുവൻ ഇരുട്ട് തന്നെയാണ്. കേവ് 1 ഇനിയിപ്പോൾ നേരെ കേവ് 2ലേക്ക് പോവുകയാണ്. നമുക്ക് കയറി പോകുമ്പോൾ തന്നെ പടിക്കെട്ടുകളൊക്കെ ഉണ്ട്. ശരിക്കും നമ്മൾ ഈ ഒരു കാഴ്ച കാണുമ്പം ശരിക്കും നമുക്ക് തന്നെ ഒരു അത്ഭുതം തോന്നും. ഇത്ര വലിയൊരു പാറക്കെട്ടുകളുടെ ഇടവഴിയിലൂടെയാണ് നമ്മളിപ്പോൾ നടന്ന് കയറി വന്നത്. കണ്ടതാ എന്തോരം വലിയ ഹൈറ്റിലാണെന്നറിയാം ഇതൊക്കെ ഉള്ളത്. കേവ് 2 അത് ഈ ഭാഗത്താണുള്ളത്. കേവ് 2 വിഷ്ണു ടെമ്പിളാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ്. ഇത്രയും വലിയൊരു പാറയുടെ തൊട്ട് താഴെയാണ് ഈ ഒരു ക്ഷേത്രം തുരന്ന് നിർമ്മിച്ചത്. ഇവിടെയും നേരത്തെ കാണിച്ച പോലെ തന്നെ കൊത്തുപണികൾ തന്നെയാണ് 2 ഭാഗത്തും. ഇവിടെയും അതെ. ക്ഷേത്രത്തിൻ്റെ ഒരു ശ്രീകോവിൽ എന്നൊക്കെ പറയുന്നത് ഈ ഭാഗത്താണ്. ഇത്രയും ഹൈറ്റിൽ നമ്മളിപ്പോൾ എത്തി. അപ്പോൾ കേവ് 2ൻ്റെ ആ ഭാഗത്ത് നിന്ന് ഇനിയിപ്പോൾ ഞങ്ങൾ അടുത്തത് പോകുന്നത് കേവ് 3ലേക്കാണ്. നടന്നു പോകുന്ന വഴിയിൽ തന്നെ ധാരാളമായി വാനരന്മാരെ കാണാം, കുരങ്ങളെ കാണാം. നമ്മളെ വരവേൽക്കാനായി ഇവിടെ തന്നെ ഉണ്ട്. കയറി വരുമ്പം തന്നെ ഇവിടെ ചെറിയൊരു കവാടമുണ്ട്. ഈ കവാടം കഴിഞ്ഞിട്ട് വേണം ഇതിൻ്റെ തൊട്ട് മുകളിലേക്ക് എത്താം. അയ്യോ, റോഡിൽ ചാടുന്നുണ്ട് കേട്ടോ. കേവ് 3 അപ്പോൾ അത് ഈ ഒരു സമുച്ചയത്തിലാണ് വരുന്നത്. നേരത്തെ കാണിച്ച പോലെ തന്നെ ആ കുരങ്ങന്മാരൊക്കെ അവിടെ തന്നെയുണ്ട്. ഇതും ഈ വലിയൊരു പാറയുടെ
താഴെ ഭാഗത്താണ്. ബദാമി നഗരത്തിൻ്റെ ആ ഒരു കാഴ്ചയാണ് നിങ്ങളങ്ങ് അവിടെ കാണുന്നത്. ഇവിടെയും കൊത്തുപണി തന്നെയാണ്. കൊത്തുപണി പറയുമ്പോൾ ആ ഭാഗത്ത് മാത്രമല്ല, എല്ലാ തൂണുകൾക്കും ഇവിടെയുണ്ട്. ഇത് എല്ലാ തൂണുകൾക്കും. പക്ഷേ ആകെയുള്ളൊരു വിഷമെന്ന് പറയുന്നത് ഇതിപ്പോൾ ഒരുപാട് വർഷങ്ങളുടെ പഴക്കമായല്ലോ. അപ്പോൾ പല കൊത്തുപണികളുടെയും രൂപങ്ങളെല്ലാം മാറി മാറി വരുന്നുണ്ട്. ക്രമേണ ഇതിൻ്റെ ഒരു രൂപങ്ങളൊക്കെ ടോട്ടലി മാറിയേക്കും. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഇത് മനസ്സിലാവാത്ത രീതിയിലാവും. കേവ് 3ൻ്റെ ഇവിടുന്ന് നമുക്ക് ഇതുവഴിയാണ് ഇനിയിപ്പോൾ കേവ് 4 കടന്നു പോകാനുള്ളത്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കാണേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലം കൂടിയാണ് അഗസ്ത്യ ലേക്ക്. അപ്പോൾ അത് നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ തന്നെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ കേവ് 4ൻ്റെ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും പാറകളുടെ ഇടയിലൂടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും അങ്ങ് ദൂരത്തുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ. പക്ഷേ ഇതിലൂടെ നടന്നു പോകാനുള്ള ഓപ്ഷനൊന്നുമില്ല. നമുക്ക് കയറി പോകാൻ പറ്റുന്നത് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ അകഭാഗത്തേക്ക് മാത്രമാണ്. ബാക്കി എവിടെയും നമുക്ക് പോകാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ സമീപ ഭാഗത്ത് കാണുന്നത് മുഴുവനും മലനിരകൾ തന്നെയാണ്. ഇത് ഇവിടെ നിന്ന് അങ്ങ് അവിടം വരെ കണക്റ്റ് ആയിട്ടാണുള്ളത്. പിന്നെ ആ ഭാഗത്താണ് ബദാമി ഫോർട്ടൊക്കെ വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഫോർട്ടിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഈ ലേക്കിൻ്റെ ഭാഗത്തേക്കും കൂടെ ഇറങ്ങി പോകാനുണ്ട്. ആ ലേക്കിൻ്റെ ആ ഭാഗത്തേക്കൂടെയൊക്കെ നമുക്ക് നടക്കാനുള്ള ഒരു വഴി കൂടിയുണ്ട്. അപ്പോൾ ഇനി നേരെ ഇതിൻ്റെ അകത്തോട്ട് കയറാം. കേവ് 4 വരുന്നത് ജൈന ക്ഷേത്രമാണ്. അപ്പോൾ നമുക്ക് കയറി വരുമ്പം തന്നെ ക്ഷേത്രം പെട്ടെന്ന് ഒറ്റ നോക്കിൽ പറയുവാണെങ്കിൽ നമ്മൾ നേരത്തെ പോയ 3 ക്ഷേത്രങ്ങളെക്കാൾ കുറച്ച് ചെറിയ ക്ഷേത്രമാണിത്. കാരണം ആകെ ഈ ഒരു ഭാഗം വരെയാണ് ക്ഷേത്രം ഉള്ളത്. മെയിൻ ഭാഗം വരുന്നത് ഇവിടെയാണ്. പിന്നെ കൊത്തുപണികളുടെ കാര്യം പറയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട 3 ക്ഷേത്രങ്ങളിലെയും പോലെ തന്നെ ഇവിടെയും ഉണ്ട്. കേവ് ടെമ്പിൾസിൻ്റെ കാര്യം പറയുമ്പോൾ ഈ 4 പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണുള്ളത്. അപ്പോൾ നിങ്ങൾ താഴെ തന്നെ ടിക്കറ്റ് എടുത്ത് കയറി വരുവാണെങ്കിൽ ഈ 4 ക്ഷേത്രം തന്നെ ഒറ്റ നടത്തത്തിൽ തന്നെ കണ്ടു തീർക്കാൻ പറ്റും. അതിനുശേഷമാണ് നമുക്കിനിയിപ്പം ഈ കാണുന്ന ലേക്കിൻ്റെ ഭാഗത്തേക്കും നമുക്ക് ആ ഫോർട്ടിൻ്റെ ഭാഗത്തേക്കും പോകാനായിട്ടുള്ളത്. പരമാവധി ഞങ്ങൾ വന്ന പോലെ തന്നെ രാവിലെ തന്നെ വരാൻ നോക്കുക. അഗസ്ത്യ ലേക്കിൻ്റെ കാഴ്ചകളിലേക്ക് പോകുമ്പം ആദ്യം തന്നെ പറയാനുള്ളത്, ലേക്കിൻ്റെ തീരത്തായിട്ട് തന്നെ നമുക്ക് 2 ക്ഷേത്രങ്ങൾ കാണാം. ഒന്ന് അങ്ങ് ദൂരത്തായി കാണുന്നതാണ് ഭൂതനാഥ ക്ഷേത്രം. പിന്നെ തൊട്ട് ഇവിടെയായിട്ട് നമുക്കൊരു ക്ഷേത്രം കൂടെ കാണാം. അതാണ് യെല്ലമ്മ ക്ഷേത്രം. അപ്പോൾ ഞങ്ങളിനിയിപ്പോൾ വന്ന അതേ വഴി തന്നെ ഇറങ്ങിപ്പോയി ഈ ഒരു കാഴ്ചകളിലേക്ക് പോവുകയാണ്. 3ാമത്തെ ക്ഷേത്രത്തിൻ്റെ ഇവിടുന്ന് നമ്മൾ നേരത്തെ ഒരു വ്യൂ പറഞ്ഞില്ലേ, അതിതാണ് യെല്ലമ്മ ക്ഷേത്രത്തിൻ്റെ കാഴ്ച. നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. കുരങ്ങന്മാരിതാ ഇവിടുന്ന് ചാടി കളിക്കുകയാണ്. നല്ല രസമല്ലേ? ഇനിയിപ്പോൾ ഇതുവഴിയാണ് ഈ പടിക്കെട്ടുകൾ ഇറങ്ങി വേണം താഴോട്ട് പോകാൻ. നമ്മുടെ റൂമൊക്കെ വരുന്നത് ഈ ഒരു ഭാഗത്ത് എവിടെയോ ആണ്. കേവ് ടെമ്പിൾസിൻ്റെ അവിടുന്ന് ഞങ്ങളിതാ ഇപ്പോൾ താഴേക്ക് നടന്നു വന്നിരിക്കുകയാണ്. നമ്മൾ നടന്നു വന്ന ആ വഴിയൊക്കെ ഇവിടുന്ന് തന്നെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ബദാമി ഡെക്കാൻ സുൽത്താനേറ്റുകളും ടിപ്പു സുൽത്താനൊക്കെ ആക്രമിക്കുകയുണ്ടായി. അപ്പോൾ അവർ പണിത ഒരു പള്ളിയായിരിക്കണം നമുക്ക് മുന്നിൽ കാണുന്നത്. അപ്പോൾ ഈ പള്ളിയുടെ തൊട്ട് ചേർന്ന് ഈ ഭാഗത്ത് തന്നെയാണ് യെല്ലമ്മ ക്ഷേത്രം കൂടെ ഉള്ളത്. ഇനി നേരെ നമുക്ക് ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് പോവാം. ക്ഷേത്രത്തിൻ്റെ ഈ ഭാഗത്തേക്കൂടെ തന്നെ ഒരു റോഡൊക്കെ ഉണ്ട്. നമുക്കിനിപ്പോൾ ഫോർട്ട് ഭാഗത്തേക്കൊക്കെ പോകണമെങ്കിൽ ഇതുവഴി പോവാം. ഇവിടെയാണ് ക്ഷേത്രം വരുന്നത്. അപ്പോൾ അതായത് ലേക്ക് വ്യൂ ആണ്. നമുക്ക് നേരെ തന്നെ ലേക്കും തന്നെ കാണാം. നമ്മൾ അവിടെ നിന്നാണ് ഇതിൻ്റെ വ്യൂ ഒക്കെ എടുത്തത്. എവിടെയും കുരങ്ങന്മാരുണ്ട് കേട്ടോ. അപ്പോൾ യെല്ലമ്മ ക്ഷേത്രം ഒരു ചെറിയ ക്ഷേത്രമാണ്. തൂണുകളാണ് നമുക്ക് തൊട്ട് മുന്നിലായിട്ട് തന്നെ കാണുന്നത്. വശങ്ങളിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ തൊട്ട് താഴെ തന്നെ ഉണ്ടല്ലോ ആൾക്കാർ താമസിക്കുന്ന വീടുകളാണേ. നമ്മൾ ഹംപിയിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ അധികം കാണാൻ പറ്റില്ല. കാരണം ആൾക്കാരൊക്കെ ഒരുപാട് മാറിയിട്ടൊക്കെയാണ് ഉള്ളത്. ഇവിടെ എല്ലാം അടുത്തടുത്താണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തെ വൃത്തിയെല്ലാം വളരെയധികം മോശമാണ്. കാരണം നല്ല സ്മെല്ലാണ്. അതായത് ഇവിടെയൊക്കെ തന്നെയാണ് വേസ്റ്റുകളൊക്കെ കൊണ്ട് വന്ന് ഇടുന്നത്. അതൊക്കെ തന്നെയാണ്
ഒരു മോശമായിട്ടുള്ളത്. ഇപ്പോൾ ഇവർ തന്നെ വന്നിട്ട് ഇവിടെയാണ് ആ വേസ്റ്റ് വെള്ളം കൊണ്ടുവന്ന് മറിച്ചത്. അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നും വരും, അതുപോലെ തന്നെ പുറമേ നിന്നുള്ള ആൾക്കാരും വരും. അപ്പോൾ ഇതൊക്കെ ഒറ്റ നോട്ടത്തിൽ കാണുമ്പം തന്നെ അവർക്കൊരു ഇത് വരും അല്ലേ. ശരിയാണ്. ഹംപിയും ബദാമിയും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഹംപി കുറച്ച് വൃത്തിയിൽ കുറച്ച് മുന്നിൽ തന്നെയാണ്. അതെ. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു കാഴ്ചയും കണ്ട് നേരെ ഇനിയിപ്പോൾ ലേക്കിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് ഇറങ്ങാം. അഗസ്ത്യ ലേക്ക്. രാവിലെ ഇത്ര സമയമായതുകൊണ്ട് തന്നെ നോക്കാൻ പറ്റുന്നില്ല. അവിടെ നിന്നാണ് ഡയറക്റ്റ് വെയിൽ വരുന്നത്. അപ്പോൾ ലേക്കിൻ്റെ ഒരു വ്യൂ ഇതാണ്. ഭൂതനാഥ ക്ഷേത്രം അങ്ങ് അവിടെയാണ്. ഇനിയിപ്പം അങ്ങോട്ട് പോകണമെങ്കിൽ ഇതുവഴി ഇങ്ങനെ നടന്നു പോകണം. നേരത്തെ ഞങ്ങൾ വൃത്തിയില്ല എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ വൃത്തിയില്ലാത്ത ഭാഗങ്ങളിലാണല്ലോ പന്നികൾ ധാരാളമായിട്ട് ഉണ്ടാവുക. ഇത് നമ്മുടെ മുന്നിൽ തന്നെ ഒരുത്തനുണ്ട്, കണ്ടത്. അപ്പോൾ ഇതുവഴിയാണ് ഇനിയിപ്പോൾ നേരെ ക്ഷേത്രഭാഗത്തേക്ക് ഞങ്ങൾ നടന്നു പോകുന്നത്. ലേക്കിൻ്റെ ചെറിയൊരു ഭാഗം നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നതാണ്. എൻ്റെ പൊന്നെ, മുഴുവനും വേസ്റ്റാണ്. ഇതാ ഒരു കുരങ്ങ വരുന്നുണ്ട്. മ്യൂസിയമൊക്കെ വരുന്നത് ഈ ഭാഗത്തേക്കാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഓരോരോ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ദ മ്യൂസിയം. ഈ മ്യൂസിയത്തിനകത്ത് നമുക്ക് വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് ആയിരിക്കില്ല. കാരണം അങ്ങനെ ആയിരിക്കുമല്ലോ. അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഈ ഒരു ഭൂതനാഥ ക്ഷേത്രം എൻട്രി ഫീസ് വേണ്ടി വരില്ല. പക്ഷെ ഫോർട്ടിലേക്ക് കയറണമെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടി വരും. അപ്പോൾ നേരെ ഇതുവഴി പോവാം. ഭൂതനാഥ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്ക് നടന്നിട്ട് പോകാൻ തന്നെ നല്ല വഴിയുണ്ട്. നമ്മുടെ കേവ് ടെമ്പിൾസൊക്കെ ഇപ്പോൾ ആ ഭാഗങ്ങളിലായി. യല്ലമ്മ ക്ഷേത്രം അങ്ങതാ അവിടെയും. ഭൂതനാഥ് മന്ദിർ, അപ്പോൾ അത് ഇവിടെയാണ്. അങ്ങ് തൊട്ട് മുന്നിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നേരെ അവിടത്തോട്ട് പോവാം. ലേക്കിൽ തന്നെയാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടത്തേക്ക് കയറിയിട്ട് വരാം. നടക്കാൻ തന്നെ നല്ല വഴികൾ തന്നെയുണ്ട് ഇവിടെ. 7 മുതൽ 12-ാം നൂറ്റാണ്ട് വരെയുള്ള പ്രധാനപ്പെട്ട ഹിന്ദു ക്ഷേത്രങ്ങളാണ് ഇവിടെയുള്ളത്. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വലം വെച്ച് വരാം. നമുക്ക് ഇതുവഴി പോവാം. ഇവിടെ നമുക്ക് ലേക്കിലേക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല കേട്ടോ. ഇവിടുന്ന് ഇതൊക്കെ കാണാം. ഇതുവഴിയൊക്കെ ഇങ്ങനെ നടക്കാം. അതാ ഇങ്ങനെ ഇതിൻ്റെ ഇടയിലൂടെ നടക്കാം. ഇവിടെയൊക്കെ ചെറിയൊരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇതിന് വരെ കൊത്തുപണികളാണ്, നിങ്ങൾ കാണുന്നില്ലേ. വിശാലമായിട്ടുള്ളൊരു സ്പേസ് തന്നെയാണ് ഇവിടെ ഉള്ളത്. നമുക്ക് നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെയൊക്കെ വന്നിരിക്കാം. ഇവിടെ നിന്ന് ആരും ഇല്ല കേട്ടോ. ഇതിൻ്റെ അകത്തേക്ക് കയറുവാണെങ്കിൽ ഇങ്ങനെയാണ്. ക്ഷേത്രത്തിൻ്റെ മെയിൻ ഭാഗം വരുന്നത്, അതായത് പ്രധാന ഭാഗങ്ങളൊക്കെ വരുന്നത് ഇവിടെയാണ്. ഭൂതനാഥ ക്ഷേത്രത്തിൻ്റെ ഇവിടുന്ന് തൊട്ട് ഇവിടെ കാണുന്ന ഭാഗത്താണ് വിഷ്ണു ക്ഷേത്രം വരുന്നത്. അത് ആ ഒരു പാറയുടെ മുകളിലായിട്ടാണുള്ളത്. ഇനിയിപ്പോൾ ഇവിടെ നിന്നുള്ളൊരു കാഴ്ച കാണണ്ടേ, ഇതാണ്. നമ്മൾ ആദ്യം ബദാമിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് നേരെ കാണുന്നത് ഈ ഒരു ക്ഷേത്രമാണ്. ഈ വലിയൊരു പാറയിൽ എന്നെ വിസ്മയിപ്പിച്ചത് ഈ ഒരു കൊത്തുപണികളാണ്. ഇവിടെ നന്ദിയുടെ ഒരു കൊത്തുപണിയാണ്, അതുപോലെ തന്നെ ശിവലിംഗം. ഇതേ ഈ പാറയുടെ മുകളിലാണല്ലോ ക്ഷേത്രം ഉള്ളത്. നമ്മൾ അവിടത്തേക്ക് കയറാനുള്ളൊരു വഴി നോക്കിയത്, വഴി എവിടെയും കാണുന്നില്ല. ഇതിപ്പോൾ നടന്നിട്ട് ലേക്കിൻ്റെ ഇവിടെ എത്തി. ഇനിയിപ്പോൾ ഇതുവഴിയായിട്ട് ഉണ്ടോ? ഇല്ലില്ല, അതവിടെ തീർന്ന്. അതവിടെ അതിൻ്റെ അകത്ത് അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് കയറാനുള്ള വഴിയില്ല കേട്ടോ. ഇല്ല, വിഷ്ണു ക്ഷേത്രത്തിൻ്റെ മുകളിലേക്ക് നമുക്ക് കയറാൻ വേണ്ടി പറ്റൂല. അപ്പോൾ ഇവിടെ നിന്ന് ഇതൊക്കെ കാണാം. കുറച്ചിതാ ആ ഭാഗത്തും കൂടെ, അവിടെയും ക്ഷേത്രത്തിൻ്റെ ആണോ? ആകെ ഒരു ശാന്തത. അവിടെ വേറെ ഒന്നുമില്ല. അവിടെ ആ ഒരു വലിയൊരു പാറക്കെട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. ക്ഷേത്രത്തിൻ്റെ ആ ഒരു മുകൾ ഭാഗം നിങ്ങൾക്ക് ഇവിടെ ചെറുതായിട്ട് കാണുന്നില്ലേ? അപ്പോൾ അതിൻ്റെ മുകളിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ
ഞങ്ങൾ ഇറങ്ങുവാണ്. ഇനിയിപ്പോൾ ഇവിടുത്തെ ഫോർട്ടിൻ്റെ ഭാഗത്തോട്ട് പോവാം. ഫോട്ടോഗ്രാഫിക്കെല്ലാം പറ്റിയ പ്ലേസാണിത്. നല്ല വ്യൂ ആണ് ഇവിടുന്ന് കിട്ടുന്നത്. ബദാമി മ്യൂസിയം വരുന്നത് ഇവിടെയാണ്. അതിൻ്റെ ടിക്കറ്റ് കൗണ്ടർ ഇവിടെയാണ്. 9 മണിക്ക് ഇത് തുറക്കുള്ളൂ. ഇപ്പോൾ 8:40 ആയതേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ഇവിടുത്തെ സെക്യൂരിറ്റിക്കാരനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും അലോഡല്ല, നമുക്ക് അത് ഇതിൻ്റെ അകത്ത് എടുക്കാൻ പറ്റില്ല. പിന്നെ 50 രൂപയാണ് ടിക്കറ്റ് ചാർജ് എന്നാണ് അറിഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ നേരെ ഫോർട്ടിലേക്കാണ് പോകുന്നത്. ഫോർട്ടിലേക്ക് പോകുമ്പം ടിക്കറ്റ് ചാർജ് ഒന്നുമില്ല, നമുക്ക് നേരെ കയറിയിട്ട് പോവാം. നടന്ന് പോകുന്ന വഴിയൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഈ ഭാഗത്തേക്കാണ് ഫോർട്ട് വരുന്നത്. ഓരോരോ കവാടങ്ങളുണ്ട്, അത് കടന്ന് വേണം നമുക്ക് പോകാനായിട്ടുള്ളത്. ഇടുങ്ങിയ ഒരു വഴി, പാറകളുടെ ഇടവഴിയിലൂടെയാണ് നമ്മളിപ്പോൾ നടന്നിട്ട് പോകുന്നത്. നല്ല ഹൈറ്റിലാണ് ഉള്ളത്. വേറെ തന്നെ ഒരു പ്രതീതി തന്നെയാണ് ഇതുവഴി നടന്നിട്ട് പോകുമ്പോൾ. അതായത് ഈ ഒരു കഷ്ണം കണ്ടതാ നേരെ ഇവിടം വരെ, ഇത് ഇവിടെ വരെ കൊത്തുപണിയുണ്ട് കേട്ടോ. ഇത് ശരിക്കും അടിപൊളിയാണ്. ഒരു റൂഫ് പോലെ നല്ല ഭംഗിയല്ലേ. ഇതിൻ്റെ ഇവിടെയൊക്കെ വന്ന് നിൽക്കുമ്പോൾ തന്നെ നല്ല തണുപ്പാണ്. നമ്മുടെ ഈ ഒരു കയറ്റം കയറുമ്പോൾ നല്ലൊരു കിതപ്പുമുണ്ട്. പിന്നെ ഇവിടെ ആകുമ്പം ഇതിൻ്റെ ഒരു ഇത് കണ്ട നല്ല രീതിയിൽ കുറഞ്ഞില്ലേ. പടിക്കെട്ടുകൾ കയറി വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ എത്തുന്നത് ലോവർ ശിവാലയ എന്ന ഭാഗത്താണ്. അത് വരുന്നത് ഇവിടെയാണ്. ഇതിൻ്റെ കാര്യം പറയുമ്പോൾ വാതാപിയിൽ നിന്നാണ് ബദാമി എന്ന പേര് വന്നത്. പ്രശസ്തമായ വാതാപിയിലെ ഗണപതിയുടെ പ്രതിഷ്ഠയ്ക്ക് നടന്നത് ഇവിടെയാണ്. നേരത്തെ നമ്മൾ കേവ്സ് ടെമ്പിൾസിൻ്റെ അവിടെ നിന്ന് നോക്കുമ്പോൾ കണ്ടത് ഈ ഒരു കാഴ്ചയാണ്. കാരണം അവിടെ നിന്ന് നല്ല വ്യൂ കിട്ടുന്നത് ഇവിടത്തേക്കാണ്. ഇതാണ് ബദാമി. ബദാമിയുടെ ഒരു മുഴുവൻ കാഴ്ച നമുക്കിവിടുന്ന് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ലേക്ക് അവിടെയുണ്ട്, കേവ് ടെമ്പിൾ അവിടെയുണ്ട്, ബദാമി നഗരഭാഗം ഇതാ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഇത് ടിപ്പു സുൽത്താൻ സ്ഥാപിച്ച ഒരു പീരങ്കി കൂടിയാണ്. പീരങ്കി ലോവർ ശിവാലയത്തിൻ്റെ ഇവിടുന്ന് തന്നെ നമുക്കിനി ആദ്യം മുകൾ ഭാഗത്തേക്ക് വേണം. അവിടെ അപ്പർ ശിവാലയം കൂടെയുണ്ട്. പിന്നെ ഇതൊരു പഴയ നിർമ്മിതിയാണ്. ഇതിൻ്റെയൊക്കെ ഇടിഞ്ഞ് പോയതൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പർ ശിവാലയയിലേക്ക് പോകുമ്പോൾ ഒരുപാട് പടിക്കെട്ടുകൾ കയറിയിട്ട് വേണം എത്താൻ. അതും ഈ ഒരു പാറക്കെട്ടുകളുടെ ഇടവഴി തന്നെയാണ് നടന്നിട്ട് പോകാനുള്ളത്. പാറക്കെട്ടിൻ്റെ ഇടയിലൂടെ നടന്നു പോകുമ്പോൾ തന്നെ ഇവിടെ ഒരു കവാടമുണ്ട്. ഇനിയിപ്പോൾ ഇതുവഴിയാണ് നടന്നിട്ട് പോകേണ്ടത്. ഇടുങ്ങിയ വഴികളായി. ഇവിടെ മുതൽ വീണ്ടും സ്റ്റെപ്പുകൾ തുടങ്ങുകയാണ്. പടിക്കെട്ടുകൾ ഒരേ സ്പീഡിൽ കയറിയോണ്ട് തന്നെ നല്ല രീതിയിലുള്ള കിതപ്പാണ്. ഒരു 5 മിനിറ്റ് റെസ്റ്റൊക്കെ എടുത്ത് അങ്ങനെ പതിയെ പതിയെ കയറിപ്പോ അല്ലേ. അതുപോലെ തന്നെ ഈ സ്ഥലം ഉണ്ടല്ലോ വളരെയധികം കാമാണ് കേട്ടോ. വലിയൊരു ഒച്ചപ്പാട ബഹളങ്ങൾ ഒന്നും തന്നെ ഇല്ല. അത് വേറൊന്നുമല്ല, ഇപ്പം ഈ സമയത്ത് അധികം ആൾക്കാരൊന്നും ഇല്ല എന്ന് പറയും. അതുകൊണ്ടാണ് ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങി. പക്ഷെ വന്നതാ നമ്മൾ ആദ്യം പോയല്ലോ, നമ്മുടെ ഗുഹാക്ഷേത്രക്കൊക്കെ പോയിട്ടുണ്ടല്ലോ, അവിടെയൊക്കെ നമ്മൾ എത്തുന്നതിന് മുന്നേ ആൾക്കാർ വന്നു. അതെ, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സൂര്യോദയൊക്കെ കാണാൻ പറ്റി നല്ലൊരു സ്ഥലമാണല്ലോ. മലയുടെ ഏറ്റവും മുകൾ ഭാഗത്ത് കയറിയിരിക്കുകയാണ്. അപ്പർ ശിവാലയം ഉള്ളത് അങ്ങ് അവിടെയാണ്. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒന്നാണ് ഈ തടാകങ്ങൾ. ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ, ആ ഭാഗത്തൊക്കെ ഉണ്ട്. വേനൽക്കാലത്ത് പോലും ഈ തടാകങ്ങളിലത്തെ വെള്ളം വറ്റില്ല. അടിപൊളിയല്ലേ, നല്ല വാട്ടറാണ്. പക്ഷേ ഇവിടെ വന്ന ആൾക്കാർ ചെയ്ത മോശം പരിപാടികളാണ് മുഴുവനത പ്ലാസ്റ്റിക്. ഈ കഴിച്ച ലേസിൻ്റെ പാക്കറ്റ്, വാട്ടർ ബോട്ടിൽ എല്ലാം അതാത്. ഇത്രയും ഒരു നല്ല സ്ഥലത്തിനെ വൃത്തികേടാക്കാൻ ഇതുപോലുള്ള മോശം ആൾക്കാർ മതി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ,
ഇത്രയും നല്ല കാമായിട്ടുള്ള സ്ഥലം എല്ലാം മനുഷ്യന്മാർ തന്നെയാണ് നശിപ്പിക്കുന്നത്. ഇതാ ഇവിടെ എല്ലാം വേസ്റ്റാണ്. ഇതാ ഇവിടെയും ആ ഒരു ചെറിയ രീതിയിൽ തന്നെ വെള്ളമൊക്കെ ഉണ്ട്. തവള മാത്രമാണ് ഇപ്പം ഇതിലുള്ളത്. കണ്ടോ ഈ ചെരുപ്പിൻ്റെ ഇത് നോക്കിയേ, എല്ലാം അങ്ങനെ തന്നെയാണ്. പിന്നെ ഇവിടെ തന്നെ ഈ കാണുന്ന ഇതില്ലേ, ഇത് പഴയ കൊട്ടാരമാണ്. അതിൻ്റെ ചെറിയ അവശേഷിപ്പുകൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പർ ശിവാലയുടെ തൊട്ട് അടുത്ത് തന്നെയാണ് ഈ ഒരു കൊട്ടാരവും ഉണ്ടായത്. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ചെറിയൊരു കാഴ്ച ഇവിടെ നിന്ന് കാണാം. ഇതേ അതിൻ്റെ ഭാഗങ്ങളുണ്ടായത് ഇവിടെയാണ്. ഒരു കൊട്ടാരമാണ് പണ്ട് ഇവിടെ ഉണ്ടായതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ ഇവിടെയാണ് അതുണ്ടായത്. അപ്പർ ശിവാലയൻ്റെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. ഇവിടെ തന്നെ ഒരുപാട് കുരങ്ങന്മാരും ഉണ്ട് കേട്ടോ. പിന്നെ ഇതുവഴിയൊക്കെ നമുക്ക് നടന്നിട്ട് പോവാം. നമ്മൾ നേരത്തെ ലോവർ ശിവാലയൻ്റെ അവിടെ നിന്ന് വ്യൂ കാണിച്ചില്ലേ, നമ്മുടെ ബദാമി ആ ഒരു നഗരത്തിൻ്റെയൊക്കെ, അതിനെക്കാട്ടും വലിയൊരു വ്യൂ കിട്ടുന്നത് ഇവിടെ നിന്നാണ്. കുറച്ചും കൂടെ എത്രയോ ഹൈറ്റ് കയറിയില്ലേ. നമ്മൾ ആദ്യം പോയ കേവ് ടെമ്പിളില്ലേ, അതിനെക്കാട്ടി എത്രയോ ഹൈറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നേരത്തെ വന്ന ലോവർ ശിവാലയ ഇതാ അവിടെയാണ്. അപ്പർ ശിവാലയൻ്റെ പ്രധാന ഭാഗം വരുന്നത് ഇവിടെയാണ്. ഇനി ഇതിൻ്റെ വശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് നടക്കാനുള്ള ചെറിയൊരു ഇടവഴിയുണ്ട്. ഇതുവഴി ഇങ്ങനെ കറങ്ങി വരാം. വായു സഞ്ചാരത്തിനൊക്കെ വേണ്ടി ഇവിടെ ഇതുപോലെ ചെറിയ ജനലുകളൊക്കെ ഉണ്ട്. നടന്നിട്ടിതാ തൊട്ട് മുന്നിൽ എത്തി ഒരു കൂട്ടം കുരങ്ങുകൾ എത്ര ഇതാ ഇവിടെ വന്നിരിക്കുകയാണ്. ഇത് അവിടെയുണ്ട്. അവരിപ്പോൾ താഴെ ഭാഗത്തുനിന്ന് വന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. വന്ന അതേ വഴി തന്നെ. ഇവിടെ ഇപ്പം നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു കൂട്ടം കുരങ്ങുകളും അല്ലേ? അതെ അതെ അതെ. പക്ഷേ നമ്മളുണ്ടല്ലോ അല്ലേ, നമ്മുടെ കയ്യിൽ ഇപ്പോൾ വേറെ ഫുഡ് ഐറ്റങ്ങളൊന്നും ഇല്ലല്ലോ. ഇവർ ഈ ഫുഡ് ഐറ്റം വല്ലതും ഉണ്ടോ എന്ന് വെച്ചിട്ട് ചിലപ്പോൾ നമ്മളതിൽ എന്തെങ്കിലും ആക്രമിക്കാനൊക്കെ വന്നേക്കാം. പക്ഷെ നമ്മളിപ്പോൾ നടന്നല്ലോ, ആ ഫോട്ടോ ആയാലും നമ്മൾ നേരത്തെ നമ്മുടെ ഗുഹാക്ഷേത്രമായാലും ഒരുപാട് കുരങ്ങന്മാരുണ്ടെങ്കിൽ കൂടി ഒന്നും ആക്രമിച്ചിട്ടൊന്നുമില്ല. ഇല്ല, പാവങ്ങള് അവരവരുടെ വഴിക്ക്, നമ്മൾ നമ്മുടെ വഴിക്ക്. നമ്മൾ ആദ്യം ബദാമിൽ പോയ ഗുഹാക്ഷേത്രമില്ലേ, അത് പണിതത് 1500 വർഷങ്ങൾക്ക് മുന്നെയാണ്. ഇപ്പൊ നമ്മൾ കയറിയ ബദാമി ഫോർട്ടില്ലേ, AD 1543 ഇതിൻ്റെയൊക്കെ ഒരു ഉത്ഭവം ഉണ്ടായത്. ചാലൂക്യ രാജാവായ പുലകേശിയാണ് ഈ പറഞ്ഞ ഒരു കോട്ടയ്ക്ക് പണിയടിപ്പിച്ചത്. ഫോർട്ടിന്റെ ഭാഗത്തുനിന്നൊക്കെ ഇറങ്ങി ഇനിയിപ്പോൾ നമ്മൾ നേരെ ബസ് സ്റ്റാൻഡുള്ള ഭാഗത്തേക്ക് തന്നെ പോവുകയാണ്. ഇത് ഇവിടുത്തെ സ്കൂളാണ് കേട്ടോ. ഇത് നേരത്തെ വന്നതിനെക്കാട്ടും കുറച്ചും കൂടെ വീതിയുള്ളൊരു വഴിയാണ്. വണ്ടികളൊക്കെ പോകുന്ന റൂട്ടാണ്. അതുവഴി നടന്ന് വന്ന് ഇനിയിപ്പോൾ നമുക്ക് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത് ഈ കാണുന്ന ചെറിയൊരു വഴിയാണ്. ഇവിടെ ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ ഇതുപോലുള്ള വഴികൾ തന്നെയാണ് എല്ലായിടത്തോട്ടും. ഇവിടുത്തെ മാർക്കറ്റാണ്. ഇവിടെ തന്നെ ഇതാ പന്നിയൊക്കെ, പച്ചക്കറി മാർക്കറ്റ്. അങ്ങനെ മെയിൻ റോഡിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് നേരെ പോകുന്നത് ബസ് സ്റ്റാൻഡുള്ള ആ ഭാഗത്തേക്ക് തന്നെയാണ്. നമ്മുടെ റൂമും വരുന്നത് അവിടെ തന്നെയാണല്ലോ. ബദാമിയുടെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെ റൂമിലേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ 7 മണിക്കാണ് ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഇറങ്ങിയത്. ഇപ്പോൾ 9:30, 2.5 മണിക്കൂർ കൊണ്ടാണ് മുഴുവൻ കണ്ടത്. ശരിക്കും അത്ര സമയം വേണ്ടു. നിങ്ങൾക്ക് വരുവാണെങ്കിൽ നമ്മളെ കുറച്ച് വേഗത്തിലാണ് നടന്നത്. നിങ്ങൾക്ക് ഒരു പതുക്കെ നടക്കുവാണെങ്കിൽ ഒരു 3-3.5 മണിക്കൂർ കൊണ്ട് തന്നെ, അത്രയും വേണ്ടെന്ന് പറയാം, 3 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ ബദാമിന്റെ ഈ ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ കണ്ടുവെക്കാം. എല്ലാം അടുത്തടുത്ത് തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഹംപി അപേക്ഷിച്ച് ഇതൊക്കെ ചെറിയ ഗള്ളിയാണ്. ഇപ്പൊ പെട്ടെന്ന് നമുക്ക് പോകുമ്പോൾ ഗൂഗിൾ മാപ്പ് വെച്ച് നോക്കുവാണെങ്കിൽ ചെറിയ ഭയങ്കര ഡൗട്ട് വന്നു. പക്ഷോ ഇങ്ങനെയാണോ പോകേണ്ട വഴി എന്നൊക്കെ. ഈ പന്നിയും പിന്നെ ഈ പറഞ്ഞ പോലെ തെരുവ് നായ്ക്കളും പിന്നെ അതുപോലെ കുരങ്ങന്മാരൊക്കെ ഉണ്ടല്ലോ, ഇത് കണ്ടിട്ട് നമുക്ക് തോന്നും. പക്ഷെ വേറെ ശല്യങ്ങളൊന്നും ഇല്ല, ആരും ഉപദ്രവിക്കുന്നില്ല, അത് നിങ്ങൾ പറയണല്ലോ. അപ്പം പിന്നെന്ന് പറഞ്ഞാൽ ഈ ടിക്കറ്റ് ചാർജിന്റെ കാര്യങ്ങൾ എല്ലാ സ്ഥലത്തും അങ്ങനെ നമുക്ക് ടിക്കറ്റ് ചാർജ് ഒന്നുമില്ല, ഫ്രീ തന്നെയാണ്. ഈ പറഞ്ഞ അതിനകത്ത് മ്യൂസിയം, പിന്നെ ഫസ്റ്റ് ആദ്യം എടുത്ത ഗുഹാക്ഷേത്രങ്ങൾ, അത് മാത്രമേ ടിക്കറ്റ് ചാർജ് ഉള്ളൂ. പിന്നെ മറ്റു വലിയ പ്രശ്നങ്ങളൊന്നും നല്ല രീതിയിൽ തന്നെ കണ്ടു കഴിയാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പൊ എന്താ പറയാ, ബദാമിന്റെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് മറ്റൊരു ബൈ ബൈ.